ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു വെറൈറ്റി സാധനം ഉണ്ട് കേട്ടോ. സാധനത്തിന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഐറ്റം. എങ്ങനെയുണ്ട്? പൊളി സാധനമല്ലേ? കാലിനൊക്കെ ഒരു കടി കിട്ടിയാലുണ്ടല്ലോ വിവരറിയും. കണ്ടാ എങ്ങനെയുണ്ട്? ഇതിനെ നമ്മൊന്ന് മഡാക്കാൻ പോകണേ. ഇതിപ്പോൾ വാട്ടറാണ്. ഇവിടെ ഈ ഷെല്ലൊക്കെ നെങ്ങും. ഇതൊക്കെ നല്ല ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇത് മഡാവും. അപ്പോൾ ഇതിൻ്റെ വിലയും മാറും കേട്ടോ. ഇതിപ്പോൾ കിലോ 600 ഉള്ളൂ വാട്ടറിന്. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ ഒരു ഡ്രമ്മ് റെഡിയാക്കിയിട്ടുണ്ട്. ഡ്രമ്മ് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിട്ട് നമ്മൾ ഒരു 10-20 ദിവസം ഫീഡൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി ഒന്ന് നോക്കാമെന്നുള്ളൊരു പ്ലാനാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ചെറുതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അയാൾ ഡെഡായി പോയി. അപ്പോൾ ഇതിനെ നമുക്ക് ഇന്നാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇവനൊന്ന് ഇട്ട് നോക്കാം. നമ്മുടെ ചാനലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടും. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതേ നമ്മൾ ഈ ഡ്രമ്മാണ് കേട്ടോ. ഇതിലാണ് അതിനെ ഇടാൻ പോണത്. എന്നാലും ഇത് വളരെ ചെറിയ വിറ്റാണ് ഇരിപ്പുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെച്ച് വേണം തുളക്കാനായിട്ട്. അത്യാവശ്യം മൊത്തത്തിൽ തുളയിടണം. ഈ അടിയിലും ഇടണം. ഈ ലെയർ ഇങ്ങനെ ഇതായിട്ട് മൊത്തത്തിലിടണം. അപ്പോൾ എന്തായാലും നമുക്ക് തുളയിടാം. വിറ്റ് ലൂസായിപ്പോയി. അപ്പോൾ ഇതേപോലെ ഇനി മൊത്തത്തിലിടണം. ഈ ഹോൾ ഇത്തിരി കൂടെ വലുതാക്കണം കേട്ടോ. ഇത് ഇത്തിരി ചെറിയ ഹോളാണ്. അപ്പോൾ ഒന്ന് വലുതാക്കി എടുക്കണം. അത്യാവശ്യം കട്ടിയുള്ള ഡ്രമ്മായതുകൊണ്ട് അതേ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ചെറിയ ഹോളുകളാണ്. ഇതൊക്കെ നമുക്കൊന്ന് വലുതാക്കി എടുക്കണം. ഇത്രയും ഇതിൽ കൂടെ വെള്ളം കയറി ഇറങ്ങൽ ഇത്തിരി ചടങ്ങാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഈ ഹോൾ ഇട്ടതിനോണ്ട് പെട്ടെന്ന് ഇതാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ കത്തി വെച്ചാണ്ട് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോള് വലിയ മെനകേടില്ലാണ്ട് നല്ല റൗണ്ട് ഹോൾ തന്നെ കിട്ടും. കണ്ടാ ഇതേപോലെ കിട്ടും. ഇതേപോലെ ഇനി നമുക്ക് മൊത്തത്തിൽ ആക്കിയെടുക്കണം. എന്തായാലും അങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെ നമ്മൾ ഇത്രയും തുളയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേ നമ്മൾ ആ തുളച്ചേക്കണതിൻ്റെ മൊത്തം ഇത് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കളയണം. വേണ്ടായിരുന്നു. അപ്പോൾ മൊത്തം അങ്ങനെ കളഞ്ഞതാണ്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഒന്ന് കളയാനുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ അതെ ഇത് മൊത്തത്തിൽ നമ്മൾ തുളച്ച് കഴിഞ്ഞിട്ടാണ് സെറ്റായി. അത്യാവശ്യം കുറേ തുളകളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ അടപ്പനും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് നമുക്ക് എന്തായാലും ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇത് ഇത്തിരി കട്ടി കൂടുതലാണ്. ഇതിന് കട്ടി കൂടുതലാണ്. നമുക്ക് ഈ ഡ്രമ്മിന് ഏകദേശം വന്നതെന്ന് വെച്ചാൽ ഒരു 320 രൂപ ആയതുകൊണ്ട് ഇത് കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഡ്രം തന്നെയാണ്. കാരണം ഇതിന് ഇടമായതുകൊണ്ട് ഇത്തിരി കട്ടി വേണം. എന്നാലും ഇതും കൂടെ നമുക്കൊന്ന് തുളച്ചെടുക്കാം. ഇതും നമ്മുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ വള്ളി വെച്ച് കെട്ടണം. എങ്ങനെ സാധനം ഇങ്ങനെ അഴിഞ്ഞു പോയാൽ നമ്മളെ രണ്ട് പോക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ രണ്ടിൻ്റെ ഇടാനുള്ള കൂടിൻ്റെ പരിപാടി സെറ്റായി. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങിക്കിടക്കാനുള്ള രീതിയിൽ ഒരു പൈപ്പ് എന്തെങ്കിലും വെച്ച് കെട്ടണം. അപ്പോൾ അതേ ഇതേപോലെ ഒന്ന് കെട്ടി വെച്ചേക്കാം. നമുക്ക് ഇങ്ങനെ ഒന്ന് വലിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ ആയിട്ട് സെറ്റായി കിടന്നുള്ളൂ. ഡോറെങ്ങാനും തുറന്നപ്പോൾ പോവില്ല. ഇതിങ്ങനെ വെച്ചാണ്ട് കെട്ടിയിട്ടാൽ മതി. എന്നാലും നമുക്ക് രണ്ടിനിട്ടിട്ട് കെട്ടാം. അത് ഇവിടെയും കൂടി ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോളെ ഇത് കെട്ടിയിടാനായിട്ടുള്ള റോപ്പ് ഇതുമ്മ കെട്ടാലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇടണത്. ഇതൊന്ന് കെട്ടി കൊടുക്കാം. ഇതിലും കൂടെ ആയിട്ട് ഇങ്ങനെ കെട്ടിയിടാം. അപ്പോൾ ഇതിങ്ങനെ ആയിട്ട് നേരെ ഇതിൽ കിടന്നോളൂല.
അതായത് പരിപാടി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കിടക്കുള്ളൂ വെള്ളത്തിൽ. നമ്മൊരു PVC പൈപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ പൊങ്ങി തന്നെ കിടന്നോളൂ. ഇതുമ്പോൾ നമുക്ക് വള്ളി കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വലിച്ചെടുക്കാമല്ലോ. അതേപോലെ ഇങ്ങനെ ഒരു വള്ളി കെട്ടിയിട്ടാൽ മതി. PVC പൈപ്പ് കെട്ടിയിടുന്നത് വെള്ളം കുറയുമ്പോഴും പൊങ്ങുമ്പോഴും അത് അതിനനുസരിച്ച് അപ്പോൾ പൊങ്ങിയും താഴ്ന്നു നിന്നോളൂ. അതിനാണ് അങ്ങനെ പൈപ്പ് കെട്ടിയിടുന്നത്. ഇത് സെറ്റായിട്ടുണ്ട്. അതെ, നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും നമുക്കിന്ന് ഇതിലിട്ട് നോക്കാം. അതായത് ഇപ്പോൾ വെള്ളം കുറയുമ്പോഴും കൂടുമ്പോഴും അതിങ്ങനെ പൊങ്ങിയും താഴ്ന്നു നിൽക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ഒരു PVC പൈപ്പ് ഇട്ടേക്കുന്നത്. അതായത് കുറച്ച് ഇതാണ് വന്നോളൂ. നമ്മുടെ ഇതിലിങ്ങനെ ഒരു വള്ളി ഇങ്ങനെ കുളത്തിയിട്ടേനെ. വെള്ളം ഒന്നും കൂടെ നിറയാനുണ്ട്. മൊത്തത്തിലാണ് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് നിൽക്കൂല, വേറുണ്ടല്ലോ. ഈ സാധനം ഇങ്ങനെ കിടന്നോളും. നമ്മൾ പൈപ്പാണ്ട് തള്ളി കിട്ടുക ഇതിൻ്റെ ഇതിലാണ് പൊങ്ങി അവിടെ കിടന്നോളും. അതാ എന്തായാലും നമുക്കിനി ബാക്കി ഞണ്ടിനിട്ടിട്ട് കാണാം. ഞണ്ടിനെ കാണിച്ചാൽ നമുക്കിനി പോയി ഞണ്ടിന് എടുത്തിട്ട് വരാം. നമ്മൾ ഞണ്ട് നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ ഇതേളെ ആണ് നമ്മൾ അതിലോട്ട് ഇടാൻ പോണത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 20 ദിവസത്തിനുള്ളിൽ മഡാവും. ഇപ്പോൾ ഇത് വാട്ടറാണ്. എന്തായാലും നമുക്ക് അതിലോട്ട് ഇടാം. അപ്പോൾ നമ്മൾ ആളെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കയ്യിൽ ഒരു കടിയൊക്കെ കിട്ടിയാലുണ്ടല്ലോ നല്ല സെറ്റായിരിക്കും. അങ്ങനെയുണ്ട്. എൻ്റെ കൈയും അതിൻ്റെ കൈയും കൂടെ തമ്മിലുള്ള ഇത് നോക്കി കണ്ട. എന്തായാലും നമുക്ക് ഒന്ന് ഇയാളെ ഇട്ട് സെറ്റാക്കി നോക്കാം. ഇനിയിപ്പോൾ മീനൊക്കെ കൊടുക്കണം. ഇന്നിപ്പോൾ കൊടുക്കണ്ട, നാളെ തൊട്ട് നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കാം. ബാ, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഏകദേശം ഇത് മഡാവാനായിട്ട് അവരും പറയണത് ഒരു 20 ദിവസം മുതൽ 15 ദിവസം വരെയാണ്. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്കെടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്തായാലും അല്ലേ നമുക്ക് ഇനി ഇതിൻ്റെ പുതിയ കൂടിന് ഇതാണ്. അപ്പോൾ ഇതിലോട്ട് മാറ്റാം. ഇതിൻ്റെ കാലെങ്ങാനും ഒടിഞ്ഞ് പോയാൽ പിന്നെ അതിൻ്റെ ഡിമാൻഡ് തന്നെ പോയി. അപ്പോൾ എന്തായാലും ഇതിലോട്ട് ഇടാട്ടാ. ഇത് ഇടണം. അതിൻ്റെ ഇടയ്ക്ക് ഇതുമ്പോൾ അങ്ങനെ കടിച്ചാലേ ആ കാലൊടിച്ച് കളയും. ആള് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു 10-20 ദിവസം ആൾ ഇതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് എന്തായാലും ഇതിന് അടക്കാട്ടോ. ഓക്കെ, ഇത് അടച്ച് സെറ്റായിട്ടുണ്ട്. ഒരു കാര്യം മറന്നുപോയി, ഇത് വള്ളി കെട്ടിയില്ല. അതൊന്ന് കെട്ടിയിട്ടേക്കാം. ഇത് നമ്മുടെ അതിൻ്റെ അടപ്പന അഴിഞ്ഞ് പോകൂല. എന്നാലും ഒരു ധൈര്യത്തിന് നമുക്ക് ഇതും കൂടെ ഒന്നിട്ട് കെട്ടി വെക്കാം. ഇത് കക്കിറച്ചി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കൂടെ നല്ലതാണെന്ന് പറയാനുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സെറ്റായിരുന്നു. എന്തായാലും ഐശ്വര്യമായിട്ട് ഇത് മഡായിട്ട് കിട്ടട്ടെ. നമുക്ക് ഒരു കൈ വെള്ളമായിട്ട് നിറച്ച് അപ്പോൾ അതെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നേരെ നിന്നില്ല, അത് ഇങ്ങനെയാണ് കിടക്കണം. നമുക്കിപ്പോൾ തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ. പിന്നീട് അത് മാറ്റിയിടാം. ഇനി അത് നീക്കിയിടാം. അങ്ങോട്ടാണ് ആഴം കൂടുതലുള്ളൂ. അങ്ങോട്ട് പോകാം. നമ്മളിതിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നാളെ നമ്മൾ അതിന് മീനിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള അപ്ഡേഷനൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും വരും. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.